ഈ കടം വാങ്ങുന്നതിന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടല്ലേ, മുമ്പങ്ങാണ്ട് സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കടം വാങ്ങുന്നയാൾ കടം വീട്ടാൻ കൃത്യമായ ഒരു ഉപാധി മുന്നിൽ കണ്ടേ അടിയന്തര പ്രാധാന്യമുള്ള ലറൂറിയായ വിഷയങ്ങൾക്കല്ലാതെ കടം വാങ്ങാൻ പാടുള്ളൂ. ഇപ്പൊ കടം വാങ്ങി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുട്ടികൾ മരിച്ചു പോകും, അത്രക്കൊരു ഘട്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിന് നാശം വന്നു പോകും. അങ്ങനെയാണെങ്കിൽ തിരിച്ചു നൽകാനുള്ള തിരിച്ചടവിനുള്ള മാനദണ്ഡമൊന്നും പ്രത്യേകിച്ച് അതിനുള്ള കാരണങ്ങളൊന്നും കാണാതെ തന്നെ കടം വാങ്ങാം. നേരെ മറിച്ച് അതിനപ്പുറം കുറേ കാര്യങ്ങൾക്ക് വീട് കുറച്ചുകൂടെ അങ്ങോട്ട് സൗന്ദര്യം കൂട്ടണം, നിലവിലുള്ള വാഹനം ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് അടുത്തൊരു കമ്പനിയുടെ പുതിയ വാഹനം വാങ്ങണം. ഇതിനൊക്കെ കടം വാങ്ങുന്നത് അത്ര ശരിയായ ഏർപ്പാടല്ല. കടം വാങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ പറഞ്ഞ സമയത്തുന്ന നേരത്ത് ഇത് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാനദണ്ഡം നമ്മുടെ മുമ്പിൽ വേണം. നമുക്ക് ഇന്നടുത്തൊരു 10 സെന്റ് സ്ഥലമുണ്ട്, അത് വിറ്റാൽ ഈ കടത്തേക്കാളും കൂടുതൽ പൈസ കിട്ടും. അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിധത്തിൽ നമ്മൾ മേടിച്ചു കൊടുത്ത 10 പവൻ സ്വർണ്ണമുണ്ട്, അത് വിറ്റാൽ ഒരു 7 ലക്ഷമൊക്കെ കിട്ടുമായിരിക്കും. ഞാനിപ്പോൾ ഒരു 6 ലക്ഷമാണ് വണ്ടിക്ക് കടം വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ തിരക്കടില്ല. ഇങ്ങനെ ഒരു മാനദണ്ഡം മുന്നിൽ കാണാതെ ചില ആളുകളുണ്ട്, കടം മേടിച്ചു കൊണ്ടേയിരിക്കും. അത് തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ്.